പത്മകുമാർ പറഞ്ഞ ശരിയാണ്. എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും. അയ്യപ്പനെ അങ്ങനെ ആർക്കും കബളിപ്പിക്കാൻ കഴിയില്ല. അയ്യപ്പനെ ഇങ്ങനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടുമില്ല. അത് അദ്ദേഹം പറഞ്ഞ വളരെ സത്യമാണ്. അദ്ദേഹം പറഞ്ഞ സഖാവ് പറഞ്ഞിടത്തല്ലേ ഞാൻ ഒപ്പിട്ടു. എത്ര സഖാക്കളാണ് ഈ ഒപ്പിടാൻ പറഞ്ഞത്, ഈ തീരുമാനം എടുക്കാൻ പറഞ്ഞത്? ഏത് സഖാവിനെ പറ്റിയാണ് വിജയകുമാർ പറയുന്നത്? എത്ര സഖാക്കന്മാർ ഇതിന്റെ പിന്നിലുണ്ട്? അതാണ് കണ്ടെത്തുന്നത്. സൂപ്പർ പ്രൈം ടൈമിൽ ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പങ്കെടുക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല, ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്ന ചോദ്യം ചെയ്യലാണെങ്കിലും ചോദ്യം ചെയ്തു എന്ന വാർത്ത ഇന്നാണ് വരുന്നത്. ഹൈക്കോടതി പറഞ്ഞതുപോലെ വലിയ സ്രാവുകളിലേക്ക് എത്തുകയാണോ? അല്ല, തീർച്ചയായിട്ടും വലിയ സ്രാവുകളിലേക്ക് എത്തണമല്ലോ. ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞത് പരൽമീനുകളെ മാത്രം കസ്റ്റഡിയിലെടുത്തിട്ട് കാര്യമല്ലോ എന്നാണ്. എന്നാൽ കസ്റ്റഡിയിൽ വന്നവരൊന്നും പരൽമീനുകളൊന്നും അല്ല. 3 CPM നേതാക്കന്മാരാണ്. ഒന്ന് ശ്രീ വാസു, രണ്ടാമത് ശ്രീ പത്മകുമാർ, മൂന്നാമത് ഇപ്പോൾ ഇന്നലെ വിജയകുമാർ. ഇവർ 3 പേരും പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരാണ്. പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കോടാനുകൂടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയവികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. 2 ദിവസം മുമ്പാണ് ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം അത് ശരിവെക്കുന്നു. ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞതാണല്ലോ, ഇതിന് രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഇത് നടക്കില്ല. CPMൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഓരോ വകുപ്പിനും അവരുടേതായ കമ്മിറ്റികൾ, പ്രത്യേക സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ CPM അറിയാതെ ഈ കാര്യം നടക്കില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന 3 നേതാക്കളെ ഇതുവരെ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഗോവിന്ദ മാഷയ്ക്ക് സാധിച്ചില്ല. ഗോവിന്ദ മാഷ പറയുന്നത് എന്താ? പത്രത്തിൽ ഹെഡിങ് വരുന്നത് കൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നില്ലെന്നാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ പത്രത്തിൽ വന്നല്ലോ, ഹെഡിങ് വന്നല്ലോ, ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പടങ്ങൾ വന്നല്ലോ. ഇതിനേക്കാൾ കൂടുതൽ ഇനി ഏത് ഹെഡിങ്ങാണ് മാഷേ വരാനുള്ളത്? അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് പാർട്ടി CPM ആണ്. നിങ്ങളിത് സംരക്ഷിക്കുന്നത് ജനങ്ങളോടും ഭക്തജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ കഠിനമായ ഇന്നും ഒരു കമന്റ് ഉണ്ടായി. ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ അന്വേഷണം മന്ദഗതിയിലല്ലേ എന്ന ചോദ്യമുണ്ടായി. ഈ സ്രാവുകളിലേക്ക് എത്തുന്നില്ലേ എന്ന ചോദ്യമുണ്ടായി. മുമ്പ് നമുക്കറിയാം, ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ രൂക്ഷമായ പരാമർശങ്ങൾ SITയുടെ ഇന്റഗ്രിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ സിംഗിൾ ജഡ്ജിൽ നിന്ന് വളരെ രൂക്ഷമായ പരാമർശം ഉണ്ടായിരുന്നു. ഇപ്പോൾ SITയുടെ ഇപ്പോഴത്തെ നടപടികൾ ആ ആക്ഷേപങ്ങളെ ഒക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്ന വിധത്തിൽ സത്വരമായിട്ടുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ SIT സ്വീകരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, SIT അവരുടെ നടപടികൾ സ്വീകരിക്കട്ടെ. നമുക്ക് വേണ്ടത് എന്താണ്? യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. 1. 2, ഈ തൊണ്ടി മുതൽ വരണം. തൊണ്ടി മുതൽ എവിടെ? അഭിലാഷ് മോഹൻ ഇതുവരെ തൊണ്ടി മുതലിനെ പറ്റി ആരും പറയുന്നില്ലല്ലോ. ഗോവർദ്ധൻ്റെ സ്വർണ്ണക്കടയിൽ നിന്നെടുത്ത 350 ഗ്രാമാണോ ഇവിടെ യഥാർത്ഥ പ്രശ്നം? ഇവിടുത്തെ 30.8 കിലോ സ്വർണ്ണം എവിടെ? അതാരും പറയുന്നില്ലല്ലോ. അത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയില്ലല്ലോ, SIT കണ്ടെത്തിയില്ലല്ലോ. അത് കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തിയാൽ മാത്രമല്ലേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയൂ. ഇതൊരു വലിയ റാക്കറ്റാണ്. ഇത് വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ കിടക്കുന്ന ചെമ്പ്, വാർപ്പ്, ഉരുളി, വിളക്ക് ഇതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അന്ന് ഞാനതിനെ എതിർത്തു. ഞാൻ പറയുന്നത് ചെയ്യരുത്, ഇതൊക്കെ ഭയങ്കര വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഭാഗമാണിത്. നിയമസഭയിൽ ഞാൻ ഉന്നയിച്ചു, ഞാൻ കത്ത് കൊടുത്തു ദേവസ്വം ബോർഡിന്. അതിനുശേഷമാണ് നിർത്തിവെച്ചത്. ഞാൻ അതും ഇതും എല്ലാം കൂടെ കൂട്ടി വായിക്കുകയാണ്. ഇവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ലേലം ചെയ്ത് കോടികൾ സമ്പാദിക്കാനുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നോ എന്ന് നമുക്കൊക്കെ സംശയം തോന്നുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ വരേണ്ടിയിരിക്കുന്നു. ശക്തമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഞാൻ SITയെ കുറ്റമൊന്നും പെടുത്തുന്നില്ല. പക്ഷേ ഇൻ്റർനാഷണൽ റെമിഫിക്കേഷൻ ഉള്ളൊരു കേസായതുകൊണ്ട് ഈ കേസ് തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കേണ്ടതായി വരും എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ വിലയിരുത്തൽ.
തീർച്ചയായും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവവികാസം ശ്രീ രമേശ് ചെന്നിത്തല ഡി മണിയുടെ ചോദ്യം ചെയ്യലാണ്. അപ്പോൾ താങ്കൾ നൽകിയ മൊഴി, താങ്കളോടൊരു വ്യവസായി പ്രവാസി പറഞ്ഞ മൊഴി, ഇതിനെ തുടർന്നാണ് അന്വേഷണം ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിലെത്തിയത്. ഇപ്പോൾ ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ ആംഗിളിൽ അന്വേഷണം നടക്കുകയാണ്. അത് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ പ്രവാസി വ്യവസായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണല്ലോ SIT ശ്രമിക്കുന്നത്. അത് ശ്രമിക്കട്ടെ. കാരണം എനിക്ക് അതിൻ്റെ വിശദാംശങ്ങളൊന്നും എൻ്റെ കയ്യിലുള്ള ഒരാളല്ല. എന്നോട് പ്രവാസി വ്യവസായി പറഞ്ഞപ്പം അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ ഉണ്ടായതുകൊണ്ടാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ഈ കാര്യം SIT അറിയിച്ചത്. അപ്പോൾ ഇവരുടെ അന്വേഷണം നടക്കട്ടെ. നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരുമല്ലോ. അല്ല, ഈ നമുക്ക് അറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടയ്ക്കൊന്ന് മെല്ലപ്പോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ N വിജയകുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു, ഇന്നലെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം റിമാൻഡിലാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ കാര്യം ചെയ്യുക എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇന്നിപ്പോൾ പത്മകുമാർ മാധ്യമങ്ങളോട് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന വഴിക്ക് ചെറുതായെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറയുന്നത് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്നാണ്. ഇവിടെ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമായിട്ട് എന്നതിലുപരി അതിനും മുകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സൂചനയാണോ ഇപ്പോൾ ഉള്ളത്? ഒരു കാര്യം പത്മകുമാർ പറഞ്ഞ ശരിയാണ്. എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും. അയ്യപ്പനെ അങ്ങനെ ആർക്കും കബളിപ്പിക്കാൻ കഴിയില്ല. അയ്യപ്പനെ ഇങ്ങനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടുമില്ല. അത് അദ്ദേഹം പറഞ്ഞ വളരെ സത്യമാണ്. പിന്നെ വിജയകുമാർ പറഞ്ഞത് എന്താ, സഖാവ് പറഞ്ഞിടത്തല്ല ഞാൻ ഒപ്പിട്ടെന്ന്. ഏത് സഖാവ് പറഞ്ഞ കാര്യമാണ് അതറിയണ്ടേ? വിജയകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ TV കണ്ടു. അദ്ദേഹം പറഞ്ഞ സഖാവ് പറഞ്ഞിടത്തല്ല ഞാൻ ഒപ്പിട്ടു. എത്ര സഖാക്കളാണ് ഈ ഒപ്പിടാൻ പറഞ്ഞത്, ഈ തീരുമാനം എടുക്കാൻ പറഞ്ഞത്? ഏത് സഖാവിനെ പറ്റിയാണ് വിജയകുമാർ പറയുന്നത്? എത്ര സഖാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്? അതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ വലിയ വലിയ സഖാക്കന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് വിജയകുമാർ തന്നെ പറയുന്നു. ആ സഖാക്കളൊക്കെ നിയമത്തിന് മുമ്പിൽ വരട്ടെ. വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത് കുറേ നാളുകളായി ദേവസ്വം ബോർഡിൽ നടക്കുന്ന കൊള്ളകളുടെ ഒരു ഭാഗമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. ഇവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കടമ്പ ബാക്കിയുള്ളത് തൊണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ദ്വാരപാലക ശില്പപാളികൾ അടക്കം കൊണ്ടുപോയവ എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതിനാണ് മണിയെ അടക്കം ചോദ്യം ചെയ്യുന്നതും. ആത്യന്തികമായി SIT അതിലേക്ക് എത്തുകയാണ് എന്ന് നമുക്ക് പ്രത്യാശിക്കാമോ? അല്ല, അത് ചോദ്യം ചെയ്യട്ടെ, വസ്തുതകൾ അറിയട്ടെ. എന്താണ് വസ്തുത? വിദേശ മലയാളി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? ആണെങ്കിൽ ഈ സ്വർണ്ണം എവിടെ? ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോയോ? ആ ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് മാഫിയ ഇതിൻ്റെ പുറകിലുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. ആ ഉത്തരം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ CPM-ന്റെ നിലപാട് ഇന്നലെ പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചിരുന്നു. മുമ്പത്തെ നിലപാടിൽ നിന്ന് മാറ്റമൊന്നുമില്ല. ഞങ്ങൾ നടപടിയെടുത്തിട്ട് നിങ്ങൾ ഹെഡ്ലൈൻ എഴുതണ്ട എന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നത്. കുറ്റപത്രം വരട്ടെ എന്ന് കാത്തിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട സഖാക്കളാണ് അകത്ത് കിടക്കുന്നത്. കുറ്റപത്രം വരട്ടെ എന്ന് ഇനിയും കാത്തു നിൽക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണോ? ഗോവിന്ദൻ മാഷ് ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത്, പത്രത്തിൽ ഹെഡിങ് വരുന്നതുകൊണ്ട് നടപടി എടുക്കുന്നില്ല. മാഷെ, പത്രത്തിൽ എന്തിനാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയല്ലേ ഹെഡിങ് എല്ലാം? അപ്പോൾ സ്വന്തം ആളുകളെ സംരക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറി കാണിക്കുന്ന വ്യഗ്രത സംശയങ്ങൾ ഉണർത്തുന്നതാണ് എന്നെനിക്ക് പറയേണ്ടി വരും. ഒറ്റ ചോദ്യം കൂടി. ഇപ്പോൾ താങ്കൾ ഇതിൽ ഈ അന്വേഷണത്തിൽ സഹകരിച്ച ഒരാളാണ്, മൊഴി കൊടുത്ത ഒരാളാണ്. ഇപ്പോൾ അന്വേഷണ സംഘം ശരിയായ വഴിയിലാണ്. അത് കേരളത്തിന് ആകെ ആശ്വാസം നൽകുന്ന ഒരു ഫലം ഉൽപ്പാദിപ്പിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലും വിശ്വാസത്തിലും തന്നെയാണോ അങ്ങ്? അല്ല, ഞാനതുകൊണ്ട് പറഞ്ഞത് ഈ SIT മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരവരുടെ ജോലി നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ അന്തർദേശീയ ആൻറ്റിക്സ് സ്മഗ്ലിംഗ് മാഫിയയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് അവർക്ക് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അതിനുള്ള അധികാരപരിധിയില്ല. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇനി അടുത്ത ഘട്ടം CBI വിത്ത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണം വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയൂ എന്നതാണ് എൻ്റെ നിഗമനം. എനിക്കതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അറിയില്ലല്ലോ. എൻ്റെ നിഗമനം അതാണ്. കാരണം ഇത് ആൻറ്റിക്സ് ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചു, സുഭാഷ് കപൂർ ഇതിൻ്റെ പിന്നിലുണ്ടോ? തമിഴ്നാട്ടിലെ വിലപിടിപ്പുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ മുഴുവൻ വാങ്ങി അല്ലെങ്കിൽ മോഷ്ടിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വിൽക്കുന്ന ഒരാളാണ് ഇദ്ദേഹം.
തമിഴ്നാട് ജയിലിലുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടെ. അപ്പം അത്തരം ആളുകളുമായി ബന്ധമുണ്ടോ എന്ന് കോടതി തന്നെ ചോദിച്ച സാഹചര്യത്തിൽ ഇനിയത്തെ അന്വേഷണം SIT നടത്തിയാൽ മതിയാകുമോ എന്ന സംശയം സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇൻ്റർനാഷണൽ റെമിഫിക്കേഷനുള്ള കേസായതുകൊണ്ട് ഇത് കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണം എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങളോട് സംസാരിച്ചത്. താങ്ക് യു.